തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയ നികുതി ചുമത്തൽ ചോദ്യം ചെയ്ത് യുഎസ് സുപ്രീം കോടതി. മറ്റു രാജ്യങ്ങൾക്ക് മേൽ ഭീമമായ നികുതി ഏർപ്പെടുത്തുന്നത് ന്യായമാണോ എന്നും കോടതി ചോദിച്ചു. എന്നാൽ രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ കടുത്ത നടപടികൾ വേണ്ടിവരുമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. കൂടുതൽ വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും തന്റെ നിലപാടിൽ നിന്നും മാറ്റമില്ലാതെ തുടരുകയാണല്ലോ ട്രംപ്. അനുശ്രീ, എന്തായാലും ഒരു കൂടുതൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വാദപ്രതിവാദം തന്നെയായിരിക്കും സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് വാദം കഴിഞ്ഞ ദിവസം തുടങ്ങുകയും ചെയ്തത്. അതിലാണ് ചില സംശയങ്ങൾ സുപ്രീം കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അധിക തീരുവ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് അത് ന്യായമാണോ എന്നുള്ള അടക്കമുള്ള ചില ചോദ്യങ്ങൾ സുപ്രീം കോടതി ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വാദം നടക്കുന്നതിനിടയിൽ നേരിട്ട് കോടതിയിൽ ഹാജരാകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം അത് ആ ഒരു സാധ്യത തള്ളിക്കളയുകയും ഒപ്പം തന്നെ താൻ കോടതിയിൽ എത്തില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള സോളിസിറ്റർ ജനറൽ കൃത്യമായ രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്തു. അതായത് രാജ്യത്തിൻ്റെ സവിശേഷമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നത്. അതിനുവേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഈ രീതിയിൽ ഭീമമായ തുക ഈടാക്കേണ്ടി വരും. അതല്ല എങ്കിൽ വലിയ രീതിയിലുള്ള കടക്കണിയിലേക്ക് അമേരിക്ക പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങളെത്തും. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് അദ്ദേഹം ഉയർത്തിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും നേരത്തെ തന്നെ യുഎസിന്റെ ഫെഡറൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ട്രംപ് ഈ നടപടി സ്വീകരിക്കുന്നത് 1977 എമർജൻസി എക്കോണമിക് ആക്ട് പ്രകാരമാണ് ഈ നടപടി സ്വീകരിച്ചത്. പക്ഷേ ഈ ആക്ടിൽ ഏതെങ്കിലും രാജ്യത്തിന് മേൽ അധിക തീരുവ ഏർപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ഏതെങ്കിലും രാജ്യത്തിന് മേൽ ഉപരോധം ഏർപ്പെടുത്താം, പക്ഷേ ഇങ്ങനെ നിയന്ത്രണമില്ലാതെ അനിയന്ത്രണമായി ഒരു തരത്തിലും ഈ നികുതി അധിക തീരുവ വലിയ രീതിയിൽ ഏർപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ആക്ട് മുന്നോട്ട് വെക്കുന്ന കാര്യം. ആ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഫെഡറൽ കോടതി പറയുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയം വരുന്നത്. എന്തായാലും വളരെ കൂടുതൽ കാലങ്ങളെടുത്ത് വേണം ഇതിൻ്റെ വാദങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു അനുകൂല നിലപാട് അല്ല ട്രംപിന് മേൽ വരുന്നത് എങ്കിൽ അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യക്ക് മേലൊക്കെ വലിയ രീതിയിൽ അധിക തീരുവ ഏർപ്പെടുത്തിയ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ചൈനയ്ക്കും മറ്റു രാജ്യങ്ങൾക്കുമൊക്കെ ഇതേ രീതിയിലുള്ള അധിക തീരുവ ഏർപ്പെടുത്തിയ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവർക്കൊക്കെ ഒരു ആശ്വാസം നൽകുന്ന വിധി സ്വാഭാവികമായും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അത് യുഎസിനെ സംബന്ധിച്ച്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും, കനത്ത പ്രഹരം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാലയളവിൽ, അതായത് ഈ അധിക തീരുവ ഏർപ്പെടുത്തിയ ആ കാലം തൊട്ട് ഇക്കാലം വരെ ഈ രാജ്യങ്ങൾ നൽകിയിട്ടുള്ള തുക അത് തിരിച്ചു നൽകണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് വരുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇക്കാര്യങ്ങൾ അത് കൃത്യമായ വാദങ്ങളിലൂടെ മാത്രമേ ഇനിയൊരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിലും നാളെയും മറ്റന്നാളും ഒക്കെ ഇത് സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ തുടരുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ചില സംശയങ്ങൾ കോടതി പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ആശ്വാസം നൽകുന്നത് തന്നെയാണ്. അനുസരിച്ച് ശരി, എം ജി മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.